നമസ്കാരം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മൊണാലിസ ഭോസ്ലെയും കാമുകനായ മുഹമ്മദ് ഫർമാനും കഴിഞ്ഞ ദിവസമാണ് വിവാഹിതരായത്. പ്രണയം വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന് ഇരുവരും തമ്പാനൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് അരിമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വെച്ച് ഇരുവരും വിവാഹിതരായി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി എന്നിവരുൾപ്പെടെ വിവാഹത്തിനെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും അതിനാൽ വിവാഹം നിയമപരമല്ലെന്നുമുള്ള പ്രചാരണമുണ്ടായത്. സോഷ്യൽ മീഡിയയിലാണ് ഈ വാദമുയർന്നത്. മഹാകുംഭമേളയിൽ മാല വിൽക്കാനായി എത്തിയ മൊണാലിസ പിന്നീട് വൈറലായപ്പോൾ വാർത്തകളിൽ കാണിച്ച പ്രായമാണ് ഇതിന് തെളിവായി സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടിയത്. ഇതോടെ ഇരുവരുടെയും വിവാഹത്തെ പിന്തുണച്ചവരിൽ പലരും ആശയക്കുഴപ്പത്തിലായി. സിനിമാ ഓഡിഷനിടെ ആദ്യ കൂടിക്കാഴ്ച, 6 മാസം നീണ്ട പ്രണയം, മൊണാലിസയുടെയും മുഹമ്മദ് ഫർമാന്റെയും പ്രണയകഥ. എന്നാൽ സോഷ്യൽ മീഡിയ പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. പൂവാർ പഞ്ചായത്തിൽ നിന്ന് മൊണാലിസയ്ക്കും മുഹമ്മദ് ഫർമാനും കേസ്മാർട്ട് വഴി ലഭിച്ച വിവാഹ സർട്ടിഫിക്കറ്റിൽ ഇരുവരുടെയും പ്രായവും ജനന തീയതിയും വ്യക്തമായി കാണാം. ഇതുപ്രകാരം 2008 ജനുവരി 1-നാണ് മൊണാലിസ ജനിച്ചത്. അതായത് ഇപ്പോൾ മൊണാലിസയുടെ പ്രായം 18 വയസ്സും 2 മാസവും. ഇന്ത്യൻ നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാണെന്നതിനാൽ മൊണാലിസയുടെയും ഫർമാന്റെയും വിവാഹം പൂർണ്ണമായും നിയമപരമാണ്. 2008 കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ പൊതു ചട്ടങ്ങളിലെ 11(1) പ്രകാരമാണ് ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനായി ആരാധനാലയങ്ങളിൽ വിവാഹം നടന്നതിന്റെ സർട്ടിഫിക്കറ്റിനു പുറമെ വധൂവരന്മാരുടെ തിരിച്ചറിയൽ രേഖകളും പ്രായം തെളിയിക്കുന്ന രേഖകളും ഒപ്പം വേണം. ഇവയെല്ലാം പരിശോധിച്ച് സാധുവാണെങ്കിൽ മാത്രമേ കേസ്മാർട്ടിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ. സോഷ്യൽ മീഡിയ പ്രചാരണം ആരംഭിച്ചതിനു പിന്നാലെ പലരും ഇക്കാര്യം കമന്റുകളിലും മറ്റും ചൂണ്ടിക്കാണിച്ചിരുന്നു. ചിലർ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ ആധികാരികത എങ്ങനെ ഉറപ്പിക്കുമെന്ന സംശയം അപ്പോഴും പലർക്കുമുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. നന്ദി.